പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജനുവരി 21 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അറിയാൻ ശ്രമിക്കൂ. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയുള്ളൂ. ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഇന്ന് ജനുവരി 21 നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കവചം ഡിസാസ്റ്റർ റിസ്ക് വാർണിംഗ് സിസ്റ്റം to be launched on 21st Jan 2025. കവചം ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം 2025 ജനുവരി 21 ലോഞ്ച് ചെയ്യും. കവചം എന്ന ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം, കേരള മുന്നറിയിപ്പുകൾ, പ്രതിസന്ധി അപകട മാനേജ്മെന്റ് സിസ്റ്റം. കവചം മുഖ്യമന്ത്രി ഏത് തീയതിയിലാണ് ആരംഭിച്ചത്? 2025 ജനുവരി 21. ഇന്നാണ് കവചം എന്ന ഒരു പുതിയ ഒരു സിസ്റ്റം, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്തങ്ങൾ അത് മുന്നേ അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വാർണിംഗ് സിസ്റ്റമാണ് ഇന്ന് കവചം എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. 21 ജനുവരി ഇന്നാണ് കവചം എന്ന ഈ ഒരു പുതിയ സിസ്റ്റം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഫുൾ ഫോം ആണ് കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം. കവചം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും KSDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. കൂടാതെ വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും KSDMA സംയുക്തമായിട്ട് കവചം എന്ന് പറയുന്ന കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഇന്നത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ദുരന്തങ്ങൾ അത് മുന്നേ തന്നെ അതിന് വാർണിംഗ് ലഭിക്കുകയും അതനുസരിച്ച് നമുക്ക് മാറാൻ സാധിക്കുന്ന രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കവചം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രളയ് മിസൈൽ ടു ബി ഡിപ്ലോയിഡ് അറ്റ് RD പരേഡ്. പ്രളയ് മിസൈൽ RD പരേഡിൽ പ്രദർശിപ്പിക്കും. ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിസൈൽ ആണ് പ്രളയ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കർത്തവ്യപാതയിൽ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുന്ന പുതുതായി വികസിപ്പിച്ച തന്ത്രപരമായ മിസൈൽ ഏതാണ്? പ്രളയ്. ആദ്യമായിട്ട് RD പരേഡിൽ പങ്കെടുക്കാൻ പോകുന്ന, അതായത് പ്രദർശിപ്പിക്കാൻ പോകുന്ന ഒരു മിസൈൽ ആണ് പ്രളയ് എന്ന മിസൈൽ. ഈ വരുന്ന RD പരേഡിലാണ് പ്രളയ് എന്ന മിസൈൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. 2025 റിപ്പബ്ലിക് പരേഡിന്റെ ഫ്ലൈ പാസ്റ്റിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് ഹെലികോപ്റ്റർ പങ്കെടുക്കില്ല? ധ്രുവ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ള ധ്രുവ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ ALH ഈ പ്രാവശ്യത്തെ RD പരേഡുമായി ബന്ധപ്പെട്ട ഫ്ലൈ പാസ്റ്റിൽ പങ്കെടുക്കില്ല. ധ്രുവ് എന്ന ഈ ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. 1984 നവംബറിൽ. ഇതിന്റെ ആദ്യത്തെ പറക്കൽ 1992 1992 ധ്രുവ് എന്ന ഹെലികോപ്റ്റർ ഇത് ആദ്യമായിട്ട് പറന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ആർമിയിലും കോസ്റ്റ് ഗാർഡിലും എല്ലാം വളരെയധികം ഉള്ള ഒരു ഹെലികോപ്റ്റർ ആണ്. ഏതാണ്ട് 8,000 കോടി രൂപയാണ് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ ഏകദേശ വില. 2025 റിപ്പബ്ലിക് പരേഡിൽ എത്ര ബാൻഡുകളും ടാബ്ലോകളും പങ്കെടുക്കും? 15 ബാൻഡുകളും 31 ടാബ്ലോകളും. വരാൻ പോകുന്ന 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ 15 ബാൻഡും 31 ടാബ്ലോ ആണ് പങ്കെടുക്കുന്നത്. ഇതിൽ 16 ടാബ്ലോസ് സ്റ്റേറ്റിന്റെ ആയിരിക്കുള്ളൂ, സംസ്ഥാനങ്ങളുടെയാണ്. ഈ പ്രാവശ്യം കേരളത്തിന്റെ ടാബ്ലോ ഇല്ല. മറ്റു സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അടങ്ങുന്ന പല മിനിസ്ട്രീസിന്റെ 15ഓളം ടാബ്ലോസ് ആണ്, 16 ടാബ്ലോസ് ആണ് സംസ്ഥാനങ്ങളുടെയും. ഈ പ്രാവശ്യത്തെ പരേഡിന്റെ ടീം ആണ് സ്വർണം ഭാരത് വിരാസത് ഓർ വികാസ് എന്ന് പറയുന്ന ഈ ഒരു തീമിലേക്ക് ഏതാണ്ട് 300ഓളം സാംസ്കാരിക കലാകാരന്മാരുടെ ആഘോഷമായിരിക്കുള്ളൂ വരാൻ പോകുന്ന RD പരേഡിൽ. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് സെക്രട്ടറി. ഡിഫൻസ് സെക്രട്ടറി ഇപ്പോഴത്തെ രാജേഷ് കുമാർ സിംഗ് ആണ്. ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിൽ രാജ്നാഥ് സിംഗ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് RD പരേഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളും ഓർഗനൈസ് ചെയ്യുന്നതും. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കർണാടക വൺ വിജയ് ഹസാരെ ട്രോഫി. വിജയ് ഹസാരെ ട്രോഫി നേടി കർണാടക.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണിത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 19 നടന്ന വിജയ് ഹസാരെ ട്രോഫി 2024-25 ഫൈനലിൽ കർണാടക ഏത് ടീമിനെതിരെയാണ് വിജയ് ഹസാരെ ട്രോഫി നേടിയത്? വിദർഭ. വിജയ് ഹസാരെ ട്രോഫിയുടെ ഫൈനൽ മത്സരമായിരുന്നു. കർണാടകയും വിദർഭയുമായിരുന്നു ഈ മത്സരത്തിന്റെ ഫൈനൽ മത്സരം. ഇതിലാണ് കർണാടക വിജയിച്ചിട്ടുള്ളത്. വിജയ് ഹസാരെ ട്രോഫിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഇതിന് പറയുന്ന പേരാണ് രഞ്ജി വൺ ഡേ ട്രോഫി എന്നത്. അണ്ടർ 19 ടൂർണമെന്റ് ആണിത്. സോണൽ വൈസ് ആണ് ഈ ഒരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മത്സരം നടന്നിട്ടുള്ളത് 1993-94 കർണാടക എത്ര തവണ വിജയ് ഹസാരെ ട്രോഫി നേടിയിട്ടുണ്ട്? 5 തവണ. മൊത്തം 38 ടീം പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നേടിയിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ കർണാടക. അതോടൊപ്പം തന്നെ തമിഴ്നാടും 5 പ്രാവശ്യം വിജയ് ഹസാരെ ട്രോഫി നേടിയിട്ടുണ്ട്. BCCI അണ്ടറിൽ വരുന്ന ഒരു ടൂർണമെന്റ് ആണ് വിജയ് ഹസാരെ ട്രോഫി. വിജയ് ഹസാരെ ട്രോഫി 2024-25 ഫൈനൽ മത്സരം 2025 ജനുവരി 19 ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? വഡോദരയിലെ കൊട്ടാമ്പി സ്റ്റേഡിയം. വഡോദരയിലാണ് കൊട്ടാമ്പി സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് വിജയ് ഹസാരെ എന്ന ആ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം കർണാടകയും വിദർഭയും തമ്മിൽ നടന്നിട്ടുള്ളത്. ഇതിൽ കർണാടകയാണ് വിജയിച്ചിട്ടുള്ളത്. വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏത് ഫോർമാറ്റിലാണ് നടക്കുന്നത്? ഏകദിന ഫോർമാറ്റ്. വൺ ഡേ ഇന്റർനാഷണൽ ഫോർമാറ്റിലാണ് വിജയ് ഹസാരെ ട്രോഫി. സാധാരണയായിട്ട് 3 ഫോർമാറ്റ് ആണ് ഉള്ളത്: T20, വൺ ഡേ ഇന്റർനാഷണൽ, ടെസ്റ്റ്. ഇതിൽ വൺ ഡേ ഇന്റർനാഷണൽ ഫോർമാറ്റ് ആണ് വിജയ് ഹസാരെ ട്രോഫി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് കർണാടകയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 4 ജാർഖണ്ഡ് ഡിസ്ട്രിക്ട് ടു ഗെറ്റ് റെയിൽ കണക്ടിവിറ്റി. ജാർഖണ്ഡിലെ 4 ജില്ലകളിൽ റെയിൽ കണക്ടിവിറ്റി ലഭിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണതും. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് സംസ്ഥാനത്തെ 4 ജില്ലകൾക്കാണ് 2025 ജനുവരിയിൽ ആദ്യമായി റെയിൽ കണക്ടിവിറ്റി ലഭിക്കാൻ പോകുന്നത്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ഇൻഡിപെൻഡൻസ് ശേഷം, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം 4 ജില്ലകൾ, ഈ 4 ജില്ലകളിലേക്ക് റെയിൽ കണക്ടിവിറ്റി ലഭിക്കാൻ പോവുകയാണ്. ഇതിന്റെ എല്ലാ പണിയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 4 ജില്ലകളിൽ ജാർഖണ്ഡിലെ ഏതൊക്കെ 4 ജില്ലകൾക്കാണ് ആദ്യമായി റെയിൽ കണക്ടിവിറ്റി ലഭിക്കാൻ പോകുന്നത്? ഗുംല, കുന്തി, സിംഡേഗ ആൻഡ് ഛാത്ര. ഈ 4 ജില്ലകളിലാണ് ജാർഖണ്ഡിലെ റെയിൽ കണക്ടിവിറ്റി ലഭിക്കാൻ പോകുന്നത്. ഗുംല, കുന്തി, സിംഡേഗ, ഛത്ര എന്നീ റെയിൽവേയുടെ ഏത് ഡിവിഷന് കീഴിലാണ് പ്രവർത്തിക്കുക? റാഞ്ചി ഡിവിഷൻ. റാഞ്ചി ഡിവിഷനിലാണ് ഈ 4 ജില്ലകൾ വരുന്നത്: ഗുംല, കുന്തി, സിംഡേഗ ആൻഡ് ഛാത്ര. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ റെയിൽ ഏത് സോണിലാണ് വരുന്നത്? എത്ര സോൺ ആണ് ഇന്നിപ്പോൾ ഉള്ളത്? ഇന്ന് ഇന്ത്യയിൽ 18 റെയിൽവേ സോൺസ് ആണുള്ളത്. ഇത് കേരളത്തിലാണെങ്കിൽ സദേൺ റെയിൽവേ സോൺ ആണ് കേരളത്തിൽ സദേൺ റെയിൽവേ സോൺ 3 ഡിവിഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് തിരുവനന്തപുരം റെയിൽ ഡിവിഷൻ, മറ്റൊന്ന് പാലക്കാട് റെയിൽ ഡിവിഷൻ, മൂന്നാമത്തേത് മധുരൈ റെയിൽ ഡിവിഷൻ. സദേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന 3 ഡിവിഷൻസ് ആണ് തിരുവനന്തപുരം, പാലക്കാട്, മധുരൈ റെയിൽ ഡിവിഷൻ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽ ഡിവിഷൻ കേരളത്തിലെ അത് തിരുവനന്തപുരം റെയിൽ ഡിവിഷനാണ്. ജാർഖണ്ഡിൽ എത്ര ജില്ലകളുണ്ട്? 24 ജില്ലകൾ ആണ് ജാർഖണ്ഡിൽ ഉള്ളത്. ജാർഖണ്ഡിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് ഹേമന്ത് സോറൻ. ഗവർണർ സന്തോഷ് ഗൻവാർ. 15 ജനുവരി 2000 ജാർഖണ്ഡ് സ്ഥാപിതമായിട്ടുള്ളത്. ക്യാപിറ്റൽ ആണ് റാഞ്ചി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് കീ അപ്ഡേറ്റ്സ് ഫോർ 2025. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ 2025 പ്രധാന അപ്ഡേറ്റുകൾ അവതരിപ്പിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 EPFO നിയമങ്ങളിൽ ജീവനക്കാരുടെ സംഭാവന പരിധിയിലെ പ്രധാന മാറ്റം എന്താണ്? ജീവനക്കാർക്ക് അവരുടെ യഥാർത്ഥ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭാവന നൽകാൻ കഴിയും. EPFO, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ പുതിയ മാറ്റങ്ങൾ ആണ് വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് ഇപ്പോൾ ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവന ഇനിയിപ്പോൾ യഥാർത്ഥ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുള്ളൂ. 2025 EPFO നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നതിനുള്ള നിശ്ചിത പരിധി എത്രയായിരുന്നു?
15,000 രൂപ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റം, അതിനു മുമ്പ് മാക്സിമം 15,000 രൂപ വരെ നമുക്ക് EPFOയിലേക്ക് അടയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റം അനുസരിച്ച് നമുക്ക് നമ്മുടെ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുള്ളൂ ഇനി നമുക്ക് അതിലേക്കുള്ള സംഭാവന നൽകാൻ സാധിക്കുക. EPFന് പ്രധാനമായിട്ടും പറയുമ്പോൾ പിരിഞ്ഞു വരുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വലിയൊരു തുക, ആ തുക പലപ്പോഴും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് വേണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാറ്റുന്നതും. ഇതനുസരിച്ച് 15,000 രൂപ വരെ മാത്രമേ EPFയിലേക്ക് അടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം അനുസരിച്ച് ഇനി അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മളെ സാലറി ബേസ് ആയിരിക്കുള്ളൂ. സാലറി എത്രയാണ് അതനുസരിച്ച് നമുക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. EPFO പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസ് പിൻവലിക്കാനുള്ള ATM സൗകര്യം ഏത് വർഷത്തോടെ ആരംഭിക്കും? 2025-26 സാമ്പത്തിക വർഷം. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റമാണ്. EPFO എമൗണ്ട് അത് ATM വഴി പിൻവലിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആണ് വരാൻ പോകുന്നത്. ഈ വരുന്ന സാമ്പത്തിക വർഷം 2025-26 ഇനി ATM വഴിയും EPFOയുടെ എമൗണ്ട് പിൻവലിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ചൈന ലോഞ്ചസ് പാകിസ്ഥാൻ സാറ്റലൈറ്റ് ഇൻ ടു സ്പേസ്. ചൈന പാകിസ്ഥാന്റെ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. പാകിസ്ഥാനും ചൈന ആയിട്ടുള്ള ഇപ്പോഴത്തെ നല്ല ബന്ധം, അതനുസരിച്ച് ചൈന ഇപ്പോൾ പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ള ഒന്നാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ലോഞ്ചിങ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 17 പാകിസ്ഥാന്റെ ആദ്യത്തെ തദ്ദേശീയ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. ഈ കഴിഞ്ഞ ജനുവരി 17 ചൈന പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള, പാകിസ്ഥാൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ്, ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് PRSC E01 എന്ന സാറ്റലൈറ്റ് ചൈന വിക്ഷേപിച്ചു. 2025 ജനുവരി 17 പാകിസ്ഥാന്റെ ആദ്യത്തെ തദ്ദേശീയ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ചൈന ഏത് വിക്ഷേപണ വാഹനമാണ് ഉപയോഗിച്ചത്? ലോങ് മാർച്ച് 2D റോക്കറ്റ്. ചൈനയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്പേസ് വെഹിക്കിൾ ആണ് ലോങ് മാർച്ച് 2D റോക്കറ്റ്. ഇതാണ് ഇപ്പോൾ ചൈന പാകിസ്ഥാന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, പാകിസ്ഥാന്റെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് PRSC E01 വിക്ഷേപിക്കാൻ. ദുരന്ത നിവാരണം, വിഭവ നിരീക്ഷണം, നഗര ആസൂത്രണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി പാകിസ്ഥാൻ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ്. പാകിസ്ഥാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് PRSC E01 എന്ന സാറ്റലൈറ്റ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്, ദുരന്ത നിവാരണം, കൂടാതെ റിസോഴ്സ് മോണിറ്ററിംഗ്, വിഭവ നിരീക്ഷണം, അർബൻ പ്ലാനിംഗ് എന്നിവയ്ക്ക് വേണ്ടിയാണ്. പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? സപാർക്കോ. സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ. ഇന്ത്യയുടെ ISRO, അമേരിക്കൻ നാസ, ജപ്പാന്റെ ജാക്സ, റഷ്യയുടെ ആണെങ്കിൽ റോസ്കോസ്മസ്, പാകിസ്ഥാന്റെ ആണെങ്കിൽ സപാർക്കോ, അതായത് സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ ആണ് സ്പേസ് ഏജൻസിയുടെ പേര്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ഓപ്പറേഷൻ ഷിവാൾറസ് നൈറ്റ് 3. ഇതൊരു ഓപ്പറേഷൻ ആണ്. ഏത് രാജ്യത്തിന്റെ ഓപ്പറേഷൻ ആണ് ഈ ഓപ്പറേഷൻ? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓപ്പറേഷൻ ഷിവാൾറസ് നൈറ്റ് 3 ലോഞ്ച് ചെയ്ത രാജ്യം ഏതാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAEയുടെ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഷിവാൾറസ് നൈറ്റ് 3. ഓപ്പറേഷൻ ഷിവാൾറസ് നൈറ്റ് 3യുടെ ലക്ഷ്യം എന്തായിരുന്നു? ഗാസയ്ക്ക് ദുരിതാശ്വാസ സഹായം എത്തിക്കുക. ഗാസ എന്ന രാജ്യത്തിന് വന്നിട്ടുള്ള സാമ്പത്തിക പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് UAEയുടെ ഏതാണ്ട് 200 ടൺ ഭക്ഷണമാണ് 20 ട്രക്കുകളായിട്ട് ഓപ്പറേഷൻ ഷിവാൾറസ് നൈറ്റ് 3 എന്ന രീതിയിലേക്ക് അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുള്ളത്. ഓപ്പറേഷൻ ഷിവാൾറസ് നൈറ്റ് 3 ഇത് ഗാസയ്ക്ക് ദുരിതാശ്വാസ സഹായം നൽകുന്ന ഒരു ഓപ്പറേഷൻ ആണ്. UAEയുടെ പ്രസിഡന്റ് ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. UAEയുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. ഇദ്ദേഹമാണ് ഓപ്പറേഷൻ ഷിവാൾറസ് നൈറ്റ് 3 അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം.
താങ്ക് യു വെരി മച്ച്.